ഇപ്പോഴിതൊരു തറവാടായി. ഒരു തറവാട്ടമ്മയും. തറവാട്ട് അമ്മയല്ല രാമേട്ട, തറവാട്ട് കുട്ടി. ആ കുട്ടിയെങ്കിൽ കുട്ടി. പൂജാമുറി വിളക്ക് കൊളുത്തിയില്ല. ആരാ ഇതിൽ ഉപ്പിട്ടത്? കച്ചട്ട് പാടില്ലല്ലോ. ഞാൻ പാകത്തിനെ ഉപ്പിട്ടുള്ളൂ. ഞാനും പാകത്തിനെ ഇട്ടോളൂ. രണ്ടുപേരും ഉപ്പിട്ടോ? ഇനി ഇത് മുഴുവൻ രണ്ടിനെ കൊണ്ട് ഞാൻ തീറ്റിക്ക് നോക്കിക്കോ. എന്താ പൂപ്പ വഴക്ക്? ഒന്നും പറയണ്ട. അടുക്കളയിലെ ജോലി ഈ രണ്ടെണ്ണത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. രണ്ടെണ്ണത്തിനും കാളയ്ക്ക് പുളുങ്കര് ഒഴുകാൻ പോലും അറിയാൻ പാടില്ല. അതിനാണ് വഴക്ക് പറയുന്നേ. അപ്പൂപ്പം പോയി കുളിച്ച് വേഷമൊക്കെ മാറി വന്നേ. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങളേറ്റു. എന്റെ അവകാശത്തിലാ കയറി കൈവച്ചിരിക്കുന്നത്. എന്താ രാമേട്ട? ഈ വിളമ്പിയൂട്ടേ രാമേട്ടന് അധ്യക്ഷം വഹിച്ചോണ്ടായിരിക്കും കറിക്കൊക്കെ നല്ല രുചി. ഏയ്, എന്റെ അധ്യക്ഷമൊക്കെ പോയി. ഇത് സിന്ധുക്കുഞ്ഞ് സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത. അടുക്കളക്കാരി തൊഴിച്ചിട്ടില്ല. സിന്ധു ഇത്ര ഭംഗിയായി കുക്ക് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. കുറെ നാൾ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചല്ലേ, അതുകൊണ്ട് തോന്നുന്നതാ. നോ നോ, ഇറ്റ് ഇസ് റിയലി സ്പ്ലെൻഡിഡ്. സിന്ധു എന്താ ഇരിക്കാത്തെ? ഞാനും അപ്പൂപ്പനും കൂടി കഴിച്ചോളാം. ഏയ്, എനിക്ക് കസേരമേലിൽ നിന്നിരുന്നാൽ ശരിയാവില്ല. ആ അടുക്കളയുടെ മൂലയ്ക്ക് ഒരു തൂശനില വെട്ടിയിട്ട് ചമ്പറം പടിഞ്ഞിരുന്നുണ്ടാലേ ഉണ്ടൂന്നാവുള്ളൂ. കുട്ടിയിരുന്നോളൂ. യെസ്, കം ഓൺ, സിറ്റ് ഡൗൺ. രാമേട്ടൻ ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. കുട്ടി എന്തിനു ബുദ്ധിമുട്ടുന്നു? അപ്പൂപ്പന് ധാരാളം ജോലിയുണ്ടല്ലോ. ഇനി മുതൽ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. എല്ലാരും ഉണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, ഭാര്യ, മക്കള് എല്ലാരും. ഇപ്പൊ മാധവൻകുട്ടിയാ ദൈവം. ഞാനില്ലേ? ഉണ്ട്, പക്ഷേ ഒരു പക്ഷേയുമില്ല. ഞാനിനി എന്നും അപ്പൂപ്പനോടൊപ്പം ഉണ്ടാവും. കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നു തോന്നി തുടങ്ങിയത്. അതുവരെ ഏതൊരു ഹോട്ടലിലോ. അപ്പൂപ്പന്റെ വീട്ടുകാർക്കൊക്കെ എന്ത് പറ്റി അപ്പൂപ്പ? അച്ഛൻ കാശിക്ക് പോയി മടങ്ങി വന്നില്ല. അപ്പൂപ്പന്മാരും അങ്ങനെ തന്നെയായിരുന്നു. എന്റെയും ആഗ്രഹം അതാ. പക്ഷെ മാധവൻകുട്ടി കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോകാൻ പറ്റും? കല്യാണക്കാര്യം പറഞ്ഞ അപ്പ വിഷയം മാറ്റും. പ്രായം കഴിഞ്ഞു പോയിത്ര. ഷഷ്ടിപൂർത്തി കഴിഞ്ഞ എത്രയോ കിഴവന്മാര് കൊച്ചു പെമ്പിള്ളേരെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം. പിന്നെ ഇത് അപ്പൂപ്പന്റെ ഭാര്യയും മക്കളും ഒക്കെ? ഭാര്യ നടപ്പതിനും വന്ന് മരിച്ചു. മകൻ യുദ്ധത്തിൽ പോയിട്ട് പിന്നെ മടങ്ങി വന്നില്ല. മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. വളരെ ആർഭാടത്തോടുകൂടി നടത്തിയ കല്യാണമായിരുന്നു. അവനൊരു മുഴുക്കുടിയൻ. സഹിക്കാവുന്നതിന്റെ പരമാവധി അവള് സഹിച്ചു. ഒടുവിൽ ജീവിച്ചിരിക്കണ്ടെന്ന് തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്തോ? ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് ഓർമ്മിപ്പിക്കരുത് കുഞ്ഞെ. മനഃപൂർവ്വം മനസ്സിന്റെ അടിയിൽ ഒതുക്കി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ആ, എല്ലാത്തിനും ഈശ്വരനുണ്ടല്ലോ. സിന്ധുവിന് കുറെ ഡ്രസ്സുകളാ, സാരിയും പറ്റും. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സുകളുണ്ടല്ലോ. എന്തിനാ വെറുതെ പണം ചെലവാക്കിയത്? എന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് വെച്ചോളൂ. ചിലവാക്കാൻ തൽക്കാലം ഒരിക്കലും മറ്റാരും ഇല്ലല്ലോ. ഉണ്ടായിരുന്നവരെല്ലാം നാലു വഴിക്ക് പോയി. അവർക്കാർക്കും ഇനി ഞാൻ നേടിക്കൊടുത്തിട്ട് ആവശ്യമില്ല.
വേണ്ട, വേണ്ടടി, നീ എന്നോട് ജീവിക്കണ്ട. വേണ്ട, വേണ്ടടി, നീ എന്നോട് ജീവിക്കണ്ട. നിൽക്കുന്നത് കണ്ടില്ലേ? നീ വണ്ടി വിട്. ഇതിനെയാണോ താനും ചേട്ടനോട് പിടിച്ചോണ്ട് വന്നത്? കണ്ട തേവിടിച്ചകളെ ഹോട്ടലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പോലീസ് ഓഫീസർ വീട്ടിൽ കൊണ്ടും താമസിപ്പിക്കുന്നത് ആദ്യമായിട്ടാ കാണുന്നത്. ഇന്ന് പാടില്ലാത്തത് വല്ലതും സംഭവിക്കും. മാധവൻകുട്ടി കുഞ്ഞിന് ദേഷ്യം വരാറില്ല. വന്നാൽ ഇന്ന് അവരത് വരുത്തും. ആ കുട്ടി ആരോരും ഇല്ലാത്തൊരു കുട്ടിയാണ്. പണ്ടൊക്കെ സ്ത്രീ എന്ന് പറഞ്ഞാൽ വലിയേട്ടന് അലർജി ആയിരുന്നു. ആ വലിയേട്ടനാണോ ഏതോ ഒരു പെണ്ണിനെ തറവാട്ടി കെട്ടി താമസിപ്പിച്ചിരിക്കുന്നത്? ഒന്ന് പതുക്കെ പറയൂ ചേച്ചി. നീ ഉണ്ടായിരിക്കടാ. കേട്ടാലെന്താ? എക്സ് DIG മാധവമേനൻ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന ജനം പറയുന്നത്. നാട്ടുകാർക്ക് പറയാമെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞൂടെ? രഘുക്കുട്ട, എന്ത് വേണം? നാട്ടുകാർ പറഞ്ഞാൽ നിങ്ങളും പറയും. മാധവൻകുട്ടി നീചബുദ്ധിയോടെയാണ് ആ കുട്ടിയെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമല്ലേ? പിന്നെ പൂജിക്കാനാണോ? കുട്ടി തന്നെ അത് പറയണം. മാധവൻകുട്ടിക്ക് ആദ്യത്തെ വിവാഹാലോചന ഉണ്ടായത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. അന്ന് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? എന്റെ വാസന്തിയെ വിവാഹം കഴിച്ച് അയക്കുന്നവരെ ആ ശബ്ദം ഇവിടെ മിണ്ടിപ്പോരെന്ന്. എന്നാലത് കഴിഞ്ഞപ്പോകാമായിരുന്നല്ലോ. ആരെങ്കിലും തടുത്തോ? തടുത്തു. രഘുക്കുട്ടന് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ജോലി കിട്ടിയില്ലേ? അത് മാധവൻകുട്ടി ഉണ്ടാക്കി തന്നതല്ലേ? ഓ, അതൊരു വലിയ ത്യാഗമായി പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. കുഞ്ഞ് ജോലി കിട്ടി 3 മാസം കഴിയുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു. പിന്നെ ഉണ്ണിയെയും രമക്കുഞ്ഞിനെയും ആര് നോക്കുന്നായി മാധവൻകുട്ടിയുടെ വിചാരം. ഞങ്ങൾ എടുത്തു നടക്കേണ്ട പ്രായമായിരുന്നല്ലോ. നന്ദികേട് പറയരുത് ഉണ്ണി. പഠിത്തം പൂർത്തിയാവുന്നതിന് മുമ്പ് ഉണ്ണിക്ക് പ്രേമമായി, ഒളിച്ചോട്ടമായി, റേസർ വിവാഹമായി. അതിനും ക്ഷമയോടുകൂടി ഒത്തുതീർപ്പിന് നിന്നത് വലിയേട്ടനാണ്. ഉണ്ണിക്ക് ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞപ്പോ പുത്തം വീട് വെച്ച് ഉണ്ണി മാറി. രമക്കുഞ്ഞ് മാത്രമായി വീട്ടിൽ. അതിന് കൂട്ടിനായിട്ടെങ്കിലും ഒരു വിവാഹം കഴിക്കാൻ ഞാൻ ആവുന്നത് പറഞ്ഞതാ. അത് ശരിയാവില്ല രാമേട്ട. അവളെ കൂടെ സ്വസ്ഥമായി ഒരു കരപറ്റിച്ചതിന് ശേഷം മതിയെന്ന് പറഞ്ഞു ഒഴിഞ്ഞു. ഓ, ചേട്ടനൊരു വിവാഹം കഴിച്ചെങ്കിൽ അവൾ നടുക്കടലായിപ്പോയെന്നെ. നടുക്കടലാവില്ലായിരിക്കാം. പക്ഷെ അനിയത്തിയുടെ സുഖവും സന്തോഷവും കുറഞ്ഞു പോയെങ്കിലോ എന്ന് കരുതി മാധവൻകുട്ടി സ്വന്തം കാര്യം മറന്നു ജീവിക്കും. രമക്കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞപ്പോ മകളുടെ പ്രായമുള്ള ഒരുത്തിയെ കൂടെ താമസിപ്പിക്കാതെ കരുതി. ഇതല്ലേ പറഞ്ഞു വരുന്നത്? മഹാഭാവം കിട്ടും കുഞ്ഞെ ആ നാവ് കൊണ്ട് ഇത് പറഞ്ഞാൽ. പിന്നെ എന്തിനാ അവളെ ഇവിടെ താമസിപ്പിക്കുന്നു? ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മനസ്സിലായാലും നിങ്ങൾ സമ്മതിച്ചു തരികയില്ല. അതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും ചേട്ടാ, ഒഴിയാനാകാത്ത ഒരു പരിസ്ഥിതിയിൽ എനിക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോരേണ്ടി വന്നു. എന്നാൽ ഇനി പറഞ്ഞേക്കരുത്. അതിനിപ്പോൾ സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. ഞങ്ങൾക്കും ഇല്ല ഏട്ടാ അന്തസ്സും അഭിമാനവും ഒക്കെ. കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പോകാം. എങ്ങാണ്ടോ കിടന്ന പെണ്ണിന് വേണ്ടി ഞങ്ങളെ വീട്ടിൽ നിന്ന് പോകാൻ പറയുന്നു അല്ലേ ഏട്ടാ? തൽക്കാലം അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവള് കാരണം മിനിമോളുടെ കല്യാണത്തിന് പോലും ചേട്ടൻ വന്നില്ല. വരാൻ കഴിഞ്ഞില്ല. അതിലെനിക്ക് ദുഃഖമുണ്ട്. ഇല്ല, ചേട്ടൻ ഒരു ദുഃഖവുമില്ല. എങ്കിൽ ഈ നാണക്കേടിന് വേണ്ടി രഘു, ഇപ്പൊ സംസാരിച്ച ശരിയാവില്ല. സമനില വിട്ടാണ് നിങ്ങൾ എല്ലാം സംസാരിക്കുന്നത്. പ്ലീസ് ലീവ് മീ അലോൺ. ആ മഹാഭാവി കൈവശം കൊടുത്തു തന്നെ, സംശയമില്ല. സിന്ധുക്കുട്ടിയെ കാണാനില്ല. ഇതുവരെ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ കുളിക്കുകയാണ്. ഇവിടെ പറഞ്ഞതൊക്കെ ആ കുട്ടി കേട്ടു. കുളി കഴിഞ്ഞ് വരട്ടെ. രാമേട്ടാ, ഓ, ഒരു അനാശിനെടുക്കും. അല്പം വെള്ളവും തരും. വല്ലാത്ത തലവേദന.
ദാ മോളെ സിന്ധു, സിന്ധു, സിന്ധുക്കുട്ടി, മോളെ. എത്ര വിളിച്ചിട്ടും വിളി കേൾക്കണില്ല. അകത്തൊന്ന് അടച്ചിട്ടുമുണ്ട്. എനിക്ക് പേടിയാവണു. ഒന്ന് വേഗം വരൂ. സിന്ധു, സിന്ധു, സിന്ധു. എന്റെ ഡയറിയിൽ ഡോക്ടർ സീതാലക്ഷ്മിയുടെ നമ്പറുണ്ട്. അവരെ വേഗം വരാൻ പറയും. അവരവിടെ ഇല്ലെങ്കിൽ ഡോക്ടർ ശർമ്മയെ വിളിക്കും. ശരി, അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചോളാം. ചെല്ലു, വേഗം ആട്ടെ. ഡോക്ടറെ കിട്ടിയോ? കിട്ടിയപ്പോ വരും. പിന്നെ ആ കാലം തോർത്തു കൊടുക്കൂ. ഡോക്ടറായിരിക്കും. ആ, സിന്ധു, കുട്ടി മരവിച്ച പോലെ കിടക്കണു. ഡോക്ടർ ഒന്ന് വേഗം വരൂ. സിന്ധു, 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 സിന്ധു. എന്താ സിന്ധു, എന്താ ഉണ്ടായത്? കുളിക്കാൻ കയറിയതാണെന്ന് തോന്നുന്നു. രാമേട്ടൻ എല്ലാ വിവരവും പറഞ്ഞു. കൈ നോക്കട്ടെ. താങ്ക് യു. ഒന്ന് പരിശോധിക്കട്ടെ കുട്ടി. ഞങ്ങൾ പുറത്തു നിൽക്കാം. ആള് കൊച്ചു മിടിക്കുകയാണല്ലോ. കൂട്ടുകാരൻ പിണങ്ങിപ്പോയതാണോ അതോ പിണക്കി അയച്ചതാണോ? സാരമില്ല, മിസ്റ്റർ മേനൻ അവിടെ ഉണ്ടായിരുന്നത് ഭാഗ്യം. സിന്ധുവിന് മിസ്റ്റർ മേനന് ഇഷ്ടമാണോ? അദ്ദേഹം വലിയ മനുഷ്യനാണ് ഡോക്ടർ. ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ? ഞാൻ തമാശ പറഞ്ഞതാണ് കുട്ടി. അദ്ദേഹം വലിയ മനുഷ്യനാണ്. യു ആർ സേഫ് ഹിയർ. ബ്രീത്ത് ഇൻ. ശ്വാസം വലിച്ചു വിടും. മതി. ഇനി കമിഴ്ന്നെടുക്കും. ഇനി നേരെ കിടന്നോളൂ. സിന്ധുവിന് ഈ തലച്ചുറ്റൽ ഇതിനു മുമ്പ് എപ്പോഴൊക്കെ വന്നിട്ടുണ്ട്? ആകെ ഒരു പ്രാവശ്യം, അന്ന് ഡോക്ടർ വന്ന ദിവസം. സാരമില്ല,
അല്പം റെസ്റ്റ് എടുത്താൽ മതി. കൈ കാണിക്ക്. പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ.